എന്താ ലേറ്റായ? അമ്പലം അടച്ചു. ഉറങ്ങിപ്പോയി. ഈശ്വര, പണി പാളിയാ. വേണമെങ്കിലടി ഇപ്പോഴെങ്കിലും എത്തിയില്ലേ? 5 കൊല്ലമായിട്ട് ഈ സ്വഭാവത്തിന് മാത്രം ഒരു മാറ്റമില്ല. അപ്പോ 5 കൊല്ലായല്ലേ ഞാൻ നിന്റെ തലയിലായിട്ട്? എന്ത് ചെയ്യാനാ, കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അനുഭവിക്കാൻ പോണെന്നാരാന്ന് കാണാം. കമ്മലുള്ള നല്ല ഭംഗിയുണ്ടീ. അല്ല, എന്നിട്ട് ചേട്ടൻ പറഞ്ഞ ജോലിയുടെ കാര്യം എന്തായി? അത് ഓക്കെയാണ്. ന്യൂസിലാൻഡിലെ പുള്ളി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കോഴ്സ് ചെയ്യേണ്ട അങ്ങോട്ട് ചെന്നാന്ന് പറഞ്ഞേക്കണേ. സോ നോ പ്രോബ്സ്. ആഹാ, അപ്പൊ നമ്മുടെ ഹണിമൂണിന് വേറെ സ്ഥലം അന്വേഷിക്കണ്ടല്ലോ. ഹണിമൂണാ? ആദ്യം ജോലിയൊക്കെ കിട്ടി അവിടെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് വേണം നമ്മുടെ കാര്യം ഒന്ന് റെഡിയാക്കാൻ. അതുവരെ ഒന്ന് പിടിച്ചു നോണോട്ടാ. അതൊക്കെ ഞാൻ പിടിച്ചെന്നാളാം. അതോർത്ത് മോൻ ടെൻഷൻ അടിക്കണ്ട. അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. അമ്പലത്തിന് പുറത്തേക്ക് കേട്ടോ, എന്നിട്ട് പറയാം. ഇനി പറ, എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലേ, ബാംഗ്ലൂരുള്ള എൻ്റെ ഫ്രണ്ട് റോമി, അവൻ ഇന്നലെ കുറച്ച് ഫോട്ടോസ് അയച്ചു തന്നിരുന്നു. എന്ത് ഫോട്ടോസ്? നീ ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. കാര്യം പറയേ. ദൈവമേ, അമ്മ. അപ്പൊ ഇവനെ കാണാനാണല്ലേ ഈ അമ്പലത്തിൽ തന്നെ പോണെന്ന് പറഞ്ഞ് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? നിങ്ങളോട് പറഞ്ഞതല്ലേ ഇതെല്ലാം നിർത്തണമെന്ന്? ദേ, നാട്ടിൽ നിങ്ങളുടെ കാര്യം ചില്ലറയ്ക്ക് അറിഞ്ഞിട്ട് ഇവളുടെ അച്ഛന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, അറിയോ? എന്തായാലും നിങ്ങളുടെ വിവാഹം നടക്കാൻ പോണില്ല. നിങ്ങളുടെ കുടുംബം ഞങ്ങൾക്ക് ചേരുന്ന ഒരു കുടുംബമേ അല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ ഇഷ്ടവും ചോരത്തൽപ്പവും ഒക്കെ പ്രായത്തിന്റെ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യം, ഇവളുടെ ചേട്ടൻ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. മോന്റെ ഭാഗ്യത്തിന് അവനിപ്പം വീട്ടിലില്ല. ഞാൻ ഈ പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവൻ നിന്നോട് സംസാരിക്കുന്നത്. അവസാനമായിട്ട് ഞാൻ പറയാം, ഇന്നത്തോടെ എല്ലാം നിർത്തിക്കൊള്ളണം. വെറുതെ അവളുടെ ഭാവി നശിപ്പിക്കരുത്. വാടിങ്ങോട്. അപ്പോ നിന്റെ നല്ലൊരു ദിവസം കൊള്ളായല്ലേ? വീട്ടുകാർ ഇനി അവൾക്ക് തലയ്ക്ക് സ്വരം കൊടുക്കൂല. വീട്ടുകാർ ബ്രെയിൻ വാഷ് ചെയ്തതിന് അവളുടെ മനസ്സ് മാറ്റുമെന്ന് എൻ്റെ പേടി. ഇന്നിപ്പോടാ എല്ലാ പെമ്പിളേരും നിന്റെ മറ്റുള്ള പോലെ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അവൾക്ക് നിന്നോടുള്ള സുഖം പ്രേമൊന്നും ആയിരുന്നില്ല. ഈ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് പണി കിട്ടാൻ കാരണം നീ തന്നെയാ. 1-2 തവണയൊന്നുമല്ലല്ലോ, ഒരു 10-20 പ്രാവശ്യമെങ്കിലും അവൾ നിന്റെ വീട്ടിൽ വന്നു ഉണ്ടാവില്ലേ? എന്നിട്ട് അവൾക്ക് വേണ്ടത് കിട്ടിയപ്പോൾ അവളുടെ പാട്ടിന് പോയി. അപ്പോഴെങ്കിലും നീ മനസ്സിലാക്കണമായിരുന്നു അവൾക്ക് നിന്നോടുള്ള പ്രേമൊന്നുമല്ലെന്ന്. ശ്രീയെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതല്ലടാ, ഞാൻ 1 വർഷം പ്രണയിച്ച അവിടെ ഇട്ടിട്ട് പോയപ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ 4-5 വർഷമായിട്ട് പ്രണയിക്കുന്ന ഇവൻ ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിനക്ക് അവളെ ഇറക്കിക്കൊണ്ട് വരാൻ ധൈര്യം ഉണ്ടോ? ഞങ്ങളുണ്ടാവും കൂടെ. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തേടി, ഞാൻ എന്തേ കടവിൽ കുറച്ച് കണ്ട് വരാം. എന്താ? അതെ വന്നെ, ഞാൻ വീട്ടിൽ പോയിട്ടാ. വൈകിട്ട് ജിമ്മിൽ വരണം കേട്ടോ. എന്തിനാ അമ്മയോട് വരാൻ പറഞ്ഞേ? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എന്തിടി, എന്തിയെ കാര്യം പറ. ഇപ്പൊ പ്രിയയുടെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട്
മനീഷല്ലേ ഒന്ന് വിളിച്ചേ. അവനോട് ഇല്ലല്ലോ, പുറത്തു പോയേക്കാ. ഞാൻ ശ്രീനാഥ്. ചിലപ്പോ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ശ്രീപ്രിയയുടെ ചേട്ടനാ. എനിക്കറിയാം. അവൻ ഇനി എന്റെ പെങ്ങളുടെ പുറകെ എങ്ങനെ നടന്നാ പിന്നെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കുവാനെ. അവൻ ആരുടെ പുറകെ നടന്നിട്ടില്ല. പ്രിയയ്ക്കും അവനെ ഇഷ്ടമാണ്. നിങ്ങൾക്കൊന്നും ഒരു നാണൂല്ലേ? ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കണ്ട്. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാ. ഞങ്ങളുടെ കുടുംബത്തിന് യോജിച്ച ഒരു പെൺകുട്ടിയെ തന്നെ ഞാൻ സ്നേഹിച്ചത്. അല്ലാതെ നിങ്ങളുടെ മോനെ പോലെ ജോലിയും കൂലിയില്ലാതെ പുറകടക്കല്ല. വാമോനെ അകത്തിരുന്ന് സംസാരിക്കാൻ വരൂ. ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല. കുടുംബത്തിൽ ഈ പറഞ്ഞ പെൺപിള്ളേരെ വഴിയെത്തിക്കുമ്പോ വീട്ടിൽ ഇങ്ങനെ ഒരു ചരക്കുണ്ടെന്നുള്ള കാര്യം മറക്കണമെന്ന് പൊന്നുവനോട് പറഞ്ഞേക്ക്. കട തുറന്നല്ലടാ, കുറച്ച് ഫോട്ടോസ് പ്രിന്റ് എടുക്കാനുണ്ട്. ഒന്നും പറയണ്ട. നിർത്തിക്കോ, നീ നിർത്തിക്കോ. മനസ്സിലായി കാണുമല്ലോ ഫോട്ടോയിലുള്ളവളെ. നീ കെട്ടാൻ പോണവള് ബാംഗ്ലൂരിലുള്ളവള്. അവളീ പിഴച്ചവനും ഇവനെ ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂർ ഉണ്ടാക്കാൻ പോണെന്ന് മനസ്സിലായി നിനക്ക്? കൂടെ ഉള്ളവനെ തനി സ്വഭാവം കണ്ടില്ലേ? എടാ, നീ നിന്റെ അച്ഛനും അമ്മയും വിചാരിക്കുന്ന പോലെ ഞങ്ങക്ക് പ്രായത്തിന് സൂക്കണമെന്നല്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒന്ന് ജീവിച്ചിരിക്കും. അവളെ നിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് എനിക്ക് അറിയാൻ പാലാണ്ടല്ല. എല്ലാവരും സമ്മതത്തോടെ ഞങ്ങളുടെ കല്യാണം നടക്കുന്ന ആ പാവ അവളുടെ ആഗ്രഹം അതൊന്നും മനസ്സിലാക്കാണ്ട് പോയല്ലോടാ. എടാ, പണവും കുടുംബമയമയും ഒന്നുമല്ല വലുത്, സ്നേഹവും വിശ്വാസ. അതിപ്പോ എന്തായാലും നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാലും നിനക്ക് ഞങ്ങളും കൂടെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? ആ ജിത്തിനോട്ട് 2 പൊട്ടിക്കണമെന്ന് കുറേ നാളായി വിചാരിക്കണം.
അവനത് ചോദിച്ചു മേടിച്ചതല്ലേ. ഒന്നെങ്കിൽ എല്ലാം ഓക്കെ ആവും ഇതോടെ, അല്ലെങ്കിൽ എല്ലാം കൊളാവും. ഹലോ ശ്രീ, പറ. നന്ദു നിന്റെ ചേട്ടനെ കണ്ടായിരുന്നോ? ആ, കണ്ടിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? കാര്യം പറ. ചേട്ടനിപ്പോ എന്നോട് സംസാരിച്ചു. നന്ദുനൊരു ജോലിയൊക്കെ ആയിക്കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞ് നമ്മുടെ ആരെയും സമ്മതിപ്പിക്കാന്നാ ചേട്ടൻ പറഞ്ഞേ. അയ്യോ, ഹൂ, ആശ്വാസായി. അതേന്നേ, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞേന്ന് പറ. ഞാൻ നിന്നോടേ കാലത്തൊരു കാര്യം പറയാൻ പറഞ്ഞില്ലേ, അത് ഞാൻ അളിയനോട് നേരിട്ടത് പറഞ്ഞു. എന്താ കാര്യം പറയേ. അതെന്നോട് പുള്ളി തന്നെ പറഞ്ഞു. ശ്രീ, എനിക്കൊരു കോള് ഉണ്ട്, ഞാനിപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാം. ഹലോ ഹലോ, ആരത്? മനീഷേ, നിനക്കെന്നെ ശരിക്കറിയില്ല. ഓ, ഇപ്പാളെ പിടി കിട്ടി. നീ ഇനി എന്നെ ശരിക്കും മനസ്സിലാക്കാൻ പോണേ ഉള്ളൂ. ആയിക്കോട്ടെ, നിനക്ക് നല്ലൊരു പണി ഞാൻ തന്നിരിക്കും. നീ പണിയായിട്ട് പോരെ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. ഐ ആം വെയിറ്റിംഗ്. കുഴപ്പമില്ല.